നമ്മൾ 11ാം ക്ലാസ്സിലെ ബയോളജിയുടെ 1ാം ചാപ്റ്റർ കഴിഞ്ഞു. അടുത്തത് 2ാം ചാപ്റ്ററാണ് വർഗീകരണം ജീവികളിൽ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ജീവജാലങ്ങളെ വർഗീകരിക്കുന്നതിന് സംസ്കാരങ്ങളുടെ തുടക്കത്തിൽ തന്നെ ധാരാളം ശ്രമങ്ങൾ നടന്നിരുന്നു. ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നീ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ജീവികളെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു വർഗീകരണം നടത്തിയിരുന്നത്. വർഗീകരണത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകുവാനുള്ള ആദ്യ ശ്രമം നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ വർഗീകരണം ക്ലാസിഫിക്കേഷന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ നൽകുവാനായിട്ട് ആദ്യം ശ്രമിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ലഘുബാഹ്യഘടന പ്രത്യേകതകൾ അനുസരിച്ച് സസ്യങ്ങളെ ഔഷധികൾ, കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ ഷ്രബ്സ്, ഔഷധികളിന് ഹെർബ്സ് എന്ന് പറയാം, മരങ്ങൾ എന്നിങ്ങനെ മൂന്നായും, ജന്തുക്കളെ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ എന്നിങ്ങനെ രണ്ടായും അദ്ദേഹം തിരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ലഘു ബാഹ്യഘടന പ്രത്യേകത അനുസരിച്ചിട്ട് സസ്യങ്ങളെ ഔഷധികൾ അല്ലെങ്കിൽ ഹെർബ്സ് എന്നും, കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ ഷ്രബ്സ്, അടുത്തത് എന്താണ്, മരങ്ങൾ എന്നിങ്ങനെ മൂന്നായും, ജന്തുക്കളെ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ എന്നിങ്ങനെ രണ്ടായും അദ്ദേഹം തിരിച്ചു. ലിനേസിന്റെ കാലഘട്ടത്തിൽ എല്ലാ സസ്യങ്ങളെയും ഉൾപ്പെടുത്തി പ്ലാന്റ് എന്നും ജന്തുക്കളെ ഉൾപ്പെടുത്തി അനിമേലിയ എന്നുമുള്ള 2 കിങ്ഡം വർഗീകരണ രീതി വികസിപ്പിച്ചു. ഈ രീതി ജീവികളെ യൂകാരിയോട്ടിക്, പ്രോകാരിയോട്ട് ജീവികൾ, ഏകകോശ ബഹുകോശ ജീവികൾ, പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളവ, ഇല്ലാത്തവ എന്നിങ്ങനെ വേർതിരിച്ചിരുന്നില്ല. ജീവികളെ സസ്യങ്ങൾ, ജന്തുക്കൾ എന്ന് വർഗീകരിക്കാനും മനസ്സിലാക്കാനും എളുപ്പമായിരുന്നുവെങ്കിലും ധാരാളം ജീവികൾ ഈ 2 വിഭാഗത്തിലും ഉൾപ്പെടാതെ നിന്നിരുന്നു. അതിനാൽ വളരെ കാലമായി ഉപയോഗിച്ചു വന്നിരുന്ന 2 കിങ്ഡം വർഗീകരണം അപര്യാപ്തമാണെന്ന് കണ്ടു. മാത്രമല്ല, മൊത്തം ബാഹ്യഘടനയ്ക്ക് പുറമെ കോശഘടന, കോശഭിത്തിയുടെ പ്രകൃതം, പോഷണരീതി, ആവാസം, പ്രത്യുൽപാദന രീതി, പരിമാണ ബന്ധങ്ങൾ എന്നിവ കൂടി വർഗീകരണത്തിന് ഉപയോഗിക്കണമെന്ന ആവശ്യകത ഉണ്ടായി. അതിനാൽ ജീവജാലങ്ങളുടെ വർഗീകരണ രീതികളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ എല്ലാ വർഗീകരണ രീതിയിലും സസ്യലോകവും ജന്തുലോകവും മാറ്റമില്ലാതെ നിൽക്കുന്നു. എങ്കിലും ഏതൊക്കെ ജീവികൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഇവ ഓരോന്നിലും ഉൾപ്പെടുന്നു എന്നത് ഓരോ രീതിയിലും വ്യത്യസ്തമാണ്. കാലാകാലങ്ങളായി കിങ്ഡങ്ങളുടെ എണ്ണവും സ്വഭാവ സവിശേഷതകളും വ്യത്യസ്ത ശാസ്ത്രജ്ഞർ വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കി വരുന്നു. R.H. വിറ്റാക്കർ 1969 5 കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? R.H. വിറ്റാക്കറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പോൾ 5 വർഗീകരണമാണ്. ഒന്ന് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നിങ്ങനെ 5 കിങ്ഡങ്ങളായി അദ്ദേഹം ജീവികളെ തരംതിരിച്ചു. കോശഘടന, ശരീരഘടന, നിർമ്മാണം, പോഷണരീതി, പ്രത്യുൽപാദനം, പരിണാമ ബന്ധങ്ങൾ എന്നിവയായിരുന്നു വർഗീകരണത്തിനായി അദ്ദേഹം ഉപയോഗിച്ച പ്രധാന മാനദണ്ഡങ്ങൾ. വേണമെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാവുന്നതാണ് കേട്ടോ. കാരണം അദ്ദേഹം, അതായത് R.H. വിറ്റാക്കർ വർഗീകരണത്തിനായിട്ട് ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ താഴെ പറയുന്നവയിൽ പെടാത്തത് ഏത്? അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പോൾ കോശഘടന, ശരീരഘടന, നിർമ്മാണം, പോഷണരീതി, പ്രത്യുൽപാദനം, പരിണാമ ബന്ധങ്ങൾ എന്നിവയായിരുന്നു വർഗീകരണത്തിനായി അദ്ദേഹം ഉപയോഗിച്ച പ്രധാന മാനദണ്ഡങ്ങൾ.
5 കിങ്ഡങ്ങളുടെയും വിവിധ സവിശേഷതകളുടെ താരതമ്യം നൽകിയിരുന്നു. കിങ്ഡം മൊനീറയെ വിഭജിച്ച് 2 ഡൊമെയ്നുകളായും ബാക്കിയുള്ളവ യൂക്യാരിയോട്ടിക് കിങ്ഡങ്ങളെ മൂന്നാമത്തെ ഡൊമെയ്നായും തരംതിരിച്ചുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട 3 ഡൊമെയ്ൻ സമ്പ്രദായത്തിലൂടെ 6 കിങ്ഡം വർഗീകരണം രൂപപ്പെട്ടു. വർഗീകരണ സമ്പ്രദായത്തെ സ്വാധീനിച്ച പ്രശ്നങ്ങളും പരിഗണിച്ച വസ്തുതകളും മനസ്സിലാക്കുന്നതിനായി 5 കിങ്ഡം വർഗീകരണത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ബാക്ടീരിയ, നീലഹരിത ആൽഗകൾ, ഫംഗസുകൾ, മോസുകൾ, ഫേണുകൾ അല്ലെങ്കിൽ പന്നൽച്ചെടി, അനാവൃത ബീജസസ്യങ്ങൾ, ആവൃത ബീജസസ്യങ്ങൾ എന്നിവയെ സസ്യലോകത്തിലാണ് പ്ലാന്റ് നേരത്തെയുള്ള വർഗീകരണ രീതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നേരത്തെ ഇത് പ്ലാന്റ് എന്ന ക്ലാസിഫിക്കേഷനിലാണ് ഇപ്പോൾ പറഞ്ഞ നീലഹരിത ആൽഗകൾ, ബാക്ടീരിയ, ഫംഗെ, മോസുകൾ, ഫേണുകൾ, അനാവൃത ബീജസസ്യങ്ങൾ, ആവൃത ബീജസസ്യങ്ങൾ എന്നിവയൊക്കെ പെടുത്തിയിരുന്നത്. ഇവയുടെയെല്ലാം കോശത്തിന് കോശഭിത്തിയുണ്ട് എന്നതായിരുന്നു ഇവ ഏകീകരിക്കപ്പെടുന്നതിനുള്ള കാരണം. മറ്റ് സ്വഭാവ സവിശേഷതകളിൽ വളരെയേറെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ജീവികളെല്ലാം കോശഭിത്തിയുള്ളതിനാൽ സസ്യലോകത്തിൽ ഉൾപ്പെട്ടു. പ്രോകാരിയോട്ട് ജീവികളായ ബാക്ടീരിയ, നീലഹരിത ആൽഗകൾ, സയനോബാക്ടീരിയകൾ എന്നിവ യൂകാരിയോട്ട് ജീവികളോടൊപ്പം ചേർക്കപ്പെട്ടു. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിൽ വേർതിരിവ് ഉണ്ടായില്ല. ഉദാഹരണം ക്ലാമിഡമോണസ്, സ്പൈറോഗൈറ എന്നിവ ആൽഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ക്ലാമിഡമോണസും സ്പൈറോഗൈറയും ആൽഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. പരപോഷികളായ കൈറ്റിൻ നിർമ്മിത കോശഭിത്തിയുള്ള ഫംഗസുകളെയും സ്വപോഷികളായ സെല്ലുലോസ് നിർമ്മിത കോശഭിത്തിയുള്ള സസ്യങ്ങളെയും ഒരേ വിഭാഗത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഈ സവിശേഷതകൾ കണക്കിലെടുത്തപ്പോൾ ഫംഗസുകൾ ഒരു പ്രത്യേക കിങ്ഡമായി തരംതിരിക്കപ്പെട്ടു. കിങ്ഡം ഫഞ്ചൈ. പ്രോകാരിയോട്ടിക്സ് ജീവികളെല്ലാം കിങ്ഡം മൊനീറയിലും ഏകകോശ യൂകാരിയോട്സ് ജീവികൾ പ്രോട്ടിസ്റ്റയിലും തരംതിരിക്കപ്പെട്ടു. അപ്പോൾ പ്രോകാരിയോട്ടിക് ജീവികളെല്ലാം കിങ്ഡം മൊനീറയിലും, പിന്നെന്താ ഏകകോശ യൂകാരിയോട്ടിക് ജീവികൾ പ്രോട്ടിസ്റ്റയിലും തരംതിരിക്കപ്പെട്ടു. ക്ലാമിഡമോണസ്, ക്ലോറെല്ല നേരത്തെയുള്ള വർഗീകരണത്തിൽ കോശഭിത്തിയുള്ളതിനാൽ പ്ലാന്റയിലെ ആൽഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത് എന്നിവ പാരമീസിയം, അതായത് ക്ലാമിഡമോണസ്, ക്ലോറെല്ല എന്നിവ പാരമീസിയം, അമീബ തുടങ്ങിയവയോടൊപ്പം കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ അംഗങ്ങളായി. അപ്പോൾ ക്ലാമിഡമോണസ്, ക്ലോറെല്ല, പാരമീസിയം, അമീബ എന്നിവ എന്തിൻ്റെ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ അംഗങ്ങളായി. നേരത്തെയുള്ള വർഗീകരണ രീതിയിൽ വ്യത്യസ്ത കിങ്ഡങ്ങളായിരുന്ന ജീവികൾ ഒരേ വിഭാഗത്തിൽ വന്നു. വർഗീകരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറിയതാണ് ഇതിന് കാരണം. സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും പരിമാണ ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഭാവിയിലും വർഗീകരണ രീതിയിൽ മാറ്റം സംഭവിക്കും. ബാഹ്യഘടനാപരവും ശരീരധർമ്മപരവും പ്രത്യുൽപാദനപരവുമായ സമാനതകൾക്ക് പുറമേ പരിണാമ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണ രീതികളും കാലാനുസൃതമായി നടപ്പിലാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. വിറ്റാക്കറുടെ വർഗീകരണ രീതിയിലെ കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ എന്നിവയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കിങ്ഡം മൊനീറ. ബാക്ടീരിയകളാണ് കിങ്ഡം മൊനീറയിലെ അംഗങ്ങൾ. അപ്പോൾ ബാക്ടീരിയകളാണ് കിങ്ഡം മൊനീറയിലെ അംഗങ്ങൾ. ഏറ്റവും കൂടുതലായി കാണുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയകൾ. ബാക്ടീരിയകളെ മിക്കവാറും എല്ലായിടത്തും കാണാം. ഒരു പിടി മണ്ണിൽ 100 കണക്കിന് ബാക്ടീരിയകളെ കാണാൻ സാധിക്കും. അതിൻ്റെ കഠിനമായ ആവാസങ്ങളായ ചൂട് നീരുറവ, ഹോട്ട് സ്പ്രിംഗ്, മരുഭൂമി,
മരുഭൂമികൾ, മഞ്ഞ്, ആഴക്കടൽ തുടങ്ങി ജീവസാന്നിധ്യം വളരെ കുറവായ സാഹചര്യങ്ങളിലും അവ കാണപ്പെടുന്നു. മിക്ക ബാക്ടീരിയകളും ജീവികൾക്കുള്ളിലോ പുറത്തോ പരാദങ്ങളായി പാരസൈറ്റുകളായിട്ടും ജീവിക്കുന്നു. ബാക്ടീരിയകളെ അവയുടെ ആകൃതി അനുസരിച്ച് 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഗോളാകൃതിയിലുള്ളവ, എക്സാമ്പിൾ കോക്കസ്, കണ്ടോ, ഇതാണ് ഗോളാകൃതിയിലുള്ളവ. ഇതാണ് കോക്കസ്. ഗോളാകൃതിയിൽ ഉള്ളവയെ എക്സാമ്പിൾ കോക്കസ്. ദണ്ടിന്റെ ആകൃതിയിലുള്ളവ, അതാണ് ബാസിലസുകൾ, ദണ്ടിന്റെ ആകൃതിയിലുള്ളവ. കോമയുടെ ആകൃതിയിലുള്ളവ, അതാണ് വിബ്രിയം. കണ്ട, കോമയുടെ ആകൃതിയിലുള്ളവ. അടുത്തത് സർപ്പിള ആകൃതിയിൽ ഉള്ളവ, എക്സാമ്പിൾ സ്പൈറില്ലം. സർപ്പിളാകൃതിയിലുള്ളവ, വളഞ്ഞും പുളഞ്ഞും. അങ്ങനെയാണ് ബാക്ടീരിയകളെ അവയുടെ ആകൃതി അനുസരിച്ചിട്ട് 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കോക്കസ്, ഗോളാകൃതിയുള്ളവ. മറ്റൊന്ന് ദണ്ടിന്റെ ആകൃതിയുള്ളത് ബാസിലസ്. കോമയുടെ ആകൃതിയുള്ളത് വിബ്രിയം. സർപ്പിളാകൃതിയിലുള്ളത് സ്പൈറില്ല. സ്പൈറലായിട്ട് പോണെന്ന് ഓർത്താൽ മതി, സർപ്പത്തിന്റെ പോലെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും. അപ്പൊ സ്പൈറില്ലം. ലഘുകോശഘടന ഉള്ളവയാണെങ്കിലും ബാക്ടീരിയൽ സ്വഭാവത്തിൽ സങ്കീർണത കാണിക്കുന്നു. മറ്റു ജീവികളെ അപേക്ഷിച്ച് ബാക്ടീരിയകൾ ഒരു വിഭാഗം എന്ന നിലയിൽ ഉപാപചയ പ്രവർത്തനങ്ങളിൽ വളരെയേറെ വൈവിധ്യം പുലർത്തുന്നു. ചില ബാക്ടീരിയകൾ സ്വപോഷികളാണ്, അതായത് അവ കാർബണിക അഭികാരങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. ഇനി അവ പ്രകാശ സംശ്ലേഷണ സ്വപോഷികളോ രാസസംശ്ലേഷണ സ്വപോഷികളോ ആകാം. ബഹുഭൂരിപക്ഷം ബാക്ടീരിയകളും പരപോഷികളാണ്, അതായത് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല, പകരം മറ്റ് ജീവികളെയോ മൃതവസ്തുക്കളെയോ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നു. അതിലെ അടുത്തത് ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ? കഠിനമായ ആവാസങ്ങളായ ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങൾ, അത് ഹാലോഫൈറ്റുകൾ. ചൂട് നീരുറവകൾ, തെർമോ അസിഡോഫൈറ്റുകൾ. ചതുപ്പ് നിലങ്ങൾ, മെത്തനോജനുകൾ എന്നിവിടങ്ങളിൽ കാണുന്ന പ്രത്യേകതരം ബാക്ടീരിയയാണ് ആർക്കിബാക്ടീരിയ. അതികഠിന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന കോശഭിത്തിയുടെ പ്രത്യേക ഘടനയാണ് ആർക്കിബാക്ടീരിയകളെ മറ്റു ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പശു, എരുമ മുതലായ അയവിറക്കുന്ന ജീവികളുടെ റുമിനൻസ്, അയവിറക്കൽ, അന്നപഥത്തിൽ ഇവ കാണുന്നു. പശുവിൻ്റെയും എരുമയുടെയും എരുമ മുതലായ അയവിറക്കുന്ന ജീവികളുടെ അന്നപഥത്തിൽ ഇവ കാണുന്നു. അത്തരം ജീവികളുടെ ചാണകത്തിൽ നിന്ന് മീഥേൻ, ബയോഗ്യാസ് ഉണ്ടാക്കുന്നതിന് കാരണം ഈ ബാക്ടീരിയകളാണ്. ഇത് ഇങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പോയിന്റ്സ് ഒന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് മൊത്തം വായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് യൂബാക്ടീരിയ. വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കിന് യൂബാക്ടീരിയകൾ അഥവാ യഥാർത്ഥ ബാക്ടീരിയകൾ പ്രകൃതിയിലുണ്ട്. ഉറപ്പുള്ള കോശഭിത്തി, ചലിക്കുന്നവയാണെങ്കിൽ ഫ്ലജല്ലയുടെ സാന്നിധ്യം എന്നിവയാണ് ഇവയുടെ സവിശേഷത. ഉറപ്പുള്ള കോശഭിത്തിയും ചലിക്കുന്നവയാണെങ്കിൽ ഫ്ലജല്ലയുടെ സാന്നിധ്യം. സൈനോബാക്ടീരിയകൾക്ക് നീലഹരിത എന്നറിയപ്പെടുന്ന ആൽഗകളാണ് സൈനോബാക്ടീരിയകൾ. ഹരിത സസ്യങ്ങളിലേതുപോലെയുള്ള ഹരിതകം ഉള്ളതിനാൽ ഇവ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികളാണ്. ഹരിതകം എ ഉള്ളതിനാൽ കേട്ടോ. ഇവ ഏകകോശങ്ങളായോ കോളനിയായോ തന്തുക്കളുടെ രൂപത്തിലോ ശുദ്ധജലത്തിൽ അല്ലെങ്കിൽ സമുദ്രജലത്തിൽ അല്ലെങ്കിൽ കരയിൽ കാണപ്പെടുന്ന ആൽഗകളാണ്. ജലാറ്റിൻ ആവരണത്താൽ കോളനികൾ ആവരണം ചെയ്ത് കാണപ്പെടുന്നു.
മലിന സ്രോതസ്സുകളിൽ ഇവയുടെ എണ്ണം വളരെ പെട്ടെന്ന് പെരുകുന്നു. ഇവയിൽ ചിലതിന് ഹെറ്ററോസിസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളിൽ അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാൻ കഴിയും. ഇത് PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹെറ്ററോസിസ്റ്റ് നോക്കിയാൽ കണ്ടോ, ഹെറ്ററോസിസ്റ്റ് ആണ്. നീലഹരിത ആൽഗ അല്ലെങ്കിൽ നോസ്റ്റോക്ക് ആണ് എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ ഈ തന്തുക്കളിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം പ്രത്യേക കോശങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹെറ്ററോസിസ്റ്റ് എന്താണ്? അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാനായിട്ട് അതിന് കഴിവുണ്ട്. എക്സാമ്പിൾ നോസ്റ്റോക്ക്, അനബീന മുതലായവ. ATP നിർമ്മാണത്തിനായി നൈട്രൈറ്റ്, അമോണിയ മുതലായ കാർബണീയ പദാർത്ഥങ്ങളെ ഓക്സീകരിച്ച് അവയിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് രാസസംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികൾ, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ATP നിർമ്മാണത്തിനായിട്ട് നൈട്രൈറ്റ്, അമോണിയ മുതലായ അകാർബണിക പദാർത്ഥങ്ങളെ ഓക്സീകരിച്ച് അവയിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കുന്ന ബാക്ടീരിയകളെ രാസസംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, ഇരുമ്പ്, സൾഫർ തുടങ്ങിയ പോഷകങ്ങളുടെ പുനഃചംക്രമണം നടത്തുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നു. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. നൈട്രജൻ, ഫോസ്ഫറസ്, ഇരുമ്പ്, സൾഫർ തുടങ്ങിയ പോഷകങ്ങളുടെ പുനഃചംക്രമണത്തിൽ സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? രാസസംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികൾ എന്നറിയപ്പെടുന്നത്. ഇനി പരപോഷി ബാക്ടീരിയകൾ, ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. പ്രകൃതിയിലധികവും പരപോഷി ബാക്ടീരിയകളാണ്. ഇവയിൽ ഭൂരിഭാഗവും വിഘാടകരാണ്. മനുഷ്യ ജീവിതത്തിൽ ബാക്ടീരിയകൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. പാലിൽ നിന്നുള്ള തൈരുൽപാദനം, ആന്റിബയോട്ടിക്കുകളുടെ നിർമ്മാണം, പയർ ചെടികളുടെ വേരുകളിലെ നൈട്രജൻ സ്ഥിരീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ബാക്ടീരിയകൾ സഹായിക്കുന്നു. മനുഷ്യൻ, വിളകൾ, കാലികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയ്ക്ക് ചില ബാക്ടീരിയകൾ അസുഖങ്ങളുണ്ടാക്കുന്നു. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ അവിടെ നാരങ്ങയിൽ വരുന്ന ഒരു അസുഖമാണ് സിട്രസ് ക്യാങ്കർ എന്നിവ വ്യത്യസ്ത ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ബാക്ടീരിയ പ്രധാനമായും വിഭജനത്തിലൂടെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ബാക്ടീരിയ വിഭജനത്തിലൂടെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ അവ രേണുക്കൾ, സ്പോർസുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ജനിതക വസ്തു കൈമാറ്റം നടത്തുന്ന പ്രാകൃത രീതിയിലുള്ള ഒരുതരം ലൈംഗിക പ്രത്യുൽപാദനവും ഇവയിൽ കണ്ടുവരുന്നുണ്ട്. പൂർണ്ണമായും കോശഭിത്തി ഇല്ലാത്ത ജീവികളാണ് മൈക്കോപ്ലാസ്മകൾ. മൈക്കോപ്ലാസ്മ എന്നറിയപ്പെടുന്ന ജീവകോശങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവി ആണ് മൈക്കോപ്ലാസ്മ. ഇവ ഓക്സിജന്റെ അഭാവത്തിലും ജീവിക്കുന്നു. ഓക്സിജൻ ഇല്ലെങ്കിലും അവയ്ക്ക് ജീവിക്കാൻ കഴിയും. മിക്കവാറും എല്ലാ മൈക്കോപ്ലാസ്മകളും ജന്തുക്കളിലും സസ്യങ്ങളിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ കിങ്ഡം മൊണീറ കഴിഞ്ഞു. അടുത്ത കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. യൂകാരിയോട്ടുകളായ എല്ലാ കോശജീവികളെയും പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ കിങ്ഡത്തിന്റെ അതിർവരമ്പുകൾ വ്യക്തമല്ല. ഒരു ജീവശാസ്ത്രജ്ഞൻ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ഒരു പ്രോട്ടിസ്റ്റ എന്ന് കരുതി മറ്റൊരാൾക്ക് ഒരു സസ്യമാകാം. ഈ പുസ്തകത്തിൽ ക്രൈസോഫൈറ്റുകൾ, ഡൈനോഫ്ലജല്ലേറ്റുകൾ, യുഗ്ലിനോയിഡുകൾ, സ്ലെം മോഡ്യൂൾസ്, പ്രോട്ടോസോവകൾ എന്നിവ പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്രൈസോഫൈറ്റുകൾ, ഡൈനോഫ്ലജല്ലേറ്റുകൾ, യുഗ്ലിനോയിഡുകൾ, സ്ലെം മോഡ്യൂളുകൾ, പ്രോട്ടോസോവകൾ. പ്രോട്ടിസ്റ്റ അംഗങ്ങൾ പ്രധാനമായും ജലത്തിൽ ജീവിക്കുന്നവയാണ്. സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗി എന്നീ കിങ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ജീവികളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി ഈ കിങ്ഡം നിലനിൽക്കുന്നു.
യൂക്കാരിയോട്ടുകളായതിനാൽ പ്രൊട്ടിസ്റ്റയുടെ കോശങ്ങൾക്ക് വ്യക്തമായ മർമ്മവും സ്ഥലത്താൽ പൊതിഞ്ഞ മറ്റു കോശാംഗങ്ങളും ഉണ്ട്. ചിലതിന് ഫ്ലജല്ലയോ സീലിയയോ കാണുന്നു. പ്രൊട്ടിസ്റ്റകൾ അലൈംഗിക രീതിയിലൂടെയോ കോശ സംയോജനം അല്ലെങ്കിൽ സിക്താണ്ഡ രൂപീകരണം ഉൾപ്പെടുന്ന ലൈംഗിക രീതിയിലൂടെയോ പ്രത്യുൽപാദനം നടത്തുന്നു. പ്രൊട്ടിസ്റ്റകൾ അലൈംഗിക രീതിയിലൂടെയും കോശ സംയോജനവും സിക്താണ്ഡ രൂപീകരണവും ഉൾപ്പെടുന്ന ലൈംഗിക രീതിയിലൂടെ ഉള്ള പ്രത്യുൽപാദനം നടത്തുന്നു. അടുത്തതാണ് ക്രൈസോഫൈറ്റുകൾ. ഡയാറ്റമുകളും സുവർണ ആൽഗകളും ഈ വിഭാഗത്തിൽ പെടുന്നു. ക്രൈസോഫൈറ്റുകളിൽ പെടുന്നതാണ് ഡയാറ്റമുകളും സുവർണ ആൽഗയും, ഗോൾഡൻ ആൽഗെ. ഇവ ശുദ്ധജലത്തിലും സമുദ്രജലത്തിലും കാണപ്പെടുന്നു. സൂക്ഷ്മജീവികളായ ഇവ ജലതരംഗങ്ങളോടൊപ്പം നിഷ്ക്രിയമായി നീങ്ങുന്ന പ്ലവങ്ങളാണ്. സോപ്പുകുട്ടിയും അടപ്പും തമ്മിൽ ചേർന്നിരിക്കുന്നത് പോലെ ഒന്നിനു മുകളിൽ ഒന്നായി കാണുന്ന രണ്ട് നേർത്ത തോടുകൾ ചേർന്ന ഇതാണ് ഡയാറ്റമുകളുടെ കോശഭിത്തി. സിലിക്ക നിർമ്മിതമായതിനാൽ കോശഭിത്തി നശിക്കാത്തവയാണ്. അതിനാൽ ഡയാറ്റമുകളുടെ ആവാസത്തിൽ ഇവയുടെ കോശഭിത്തികൾ വൻതോതിൽ അടിഞ്ഞുകൂടുന്നു. ശതകോടി വർഷത്തോളം ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന കോശഭിത്തി ഭാഗങ്ങൾ ഡയാറ്റമിക മണ്ണ് എന്ന് അറിയപ്പെടുന്നു. തരികൾ ഉള്ളതിനാൽ ഈ മണ്ണ് പോളിഷ് ചെയ്യുവാനും എണ്ണ, സിറപ്പ് എന്നിവ ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇനി അടുത്തതാണ് ഡൈനോഫ്ലജല്ലേറ്റുകൾ. മിക്കവാറും സമുദ്രജലത്തിൽ കാണുന്ന ഈ ജീവികൾ പ്രകാശ സംശ്ലേഷണ ശേഷി ഉള്ളവയാണ്. കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവിനനുസരിച്ച് ഇവ മഞ്ഞ, പച്ച, തവിട്ട്, നീല, ചുവപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നു. കോശഭിത്തിക്ക് പുറത്ത് ഉറപ്പുള്ള സെല്ലുലോസ് പാളികൾ കാണപ്പെടുന്നു. മിക്കവാറും എല്ലാ ഡൈനോഫ്ലജല്ലേറ്റുകൾക്കും രണ്ട് ഫ്ലജല്ലകളുണ്ട്. കോശഭിത്തിയുടെ പാളികൾക്കിടയിൽ ഉള്ള വിടവിൽ ഒന്ന് കുറുകെയും മറ്റൊന്ന് നെടുകെയും കാണപ്പെടുന്നു. ചുവന്ന ഡൈനോഫ്ലജല്ലേറ്റുകൾ, ഉദാഹരണം ഗോണിയാലക്സ്, മിക്കപ്പോഴും തുടർച്ചയായി വിഭജിക്കുകയും സമുദ്രത്തെ ചുവപ്പ് നിറത്തിലാക്കുകയും ചെയ്യുന്നു. ചുവന്ന തിരമാല, അല്ലെങ്കിൽ റെഡ് ടൈഡ്സ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇത്തരം ജീവികളുടെ വലിയ കൂട്ടം ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾക്ക് മത്സ്യങ്ങളെപ്പോലുള്ള മറ്റു കടൽ ജീവികളെ കൊല്ലാൻ കഴിയും. അടുത്തതാണ് യുഗ്ലിനോയിഡുകൾ. മിക്കവാറും യുഗ്ലിനോയിഡുകൾ കെട്ടി നിൽക്കുന്ന ശുദ്ധജലത്തിൽ കാണപ്പെടുന്നു. കോശഭിത്തിക്ക് പകരം മാംസ്യസമ്പന്നമായ പെല്ലിക്കിൾ എന്ന പാളി ഉള്ളതിനാൽ ഇവയുടെ കോശശരീരം വഴക്കമുള്ളതാണ്. ഇവയ്ക്ക് രണ്ട് ഫ്ലജല്ലകളുണ്ട്, ഒന്ന് നീളം കുറഞ്ഞതും മറ്റൊന്ന് നീളം കൂടിയതും. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇവ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളവ ആണെങ്കിലും പ്രകാശത്തിന്റെ അസാന്നിധ്യത്തിൽ മറ്റു ചെറു ജീവികളെ ഭക്ഷിക്കുന്ന പരഭോഷികളായി വർത്തിക്കുന്നു. ഉയർന്ന തരം സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കൾക്ക് സമാനമായ വർണ്ണവസ്തുവാണ് യുഗ്ലിനോയിഡുകളിലും കാണപ്പെടുന്നത്. എക്സാമ്പിൾ യുഗ്ലീന. അടുത്തത് സ്ലൈം മോൾസ്. സ്ലൈം മോൾസുകൾ ശവോപജീവികളാണ്. അത് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റുകളാണ്. ഇവ അഴുകുന്ന സസ്യഭാഗങ്ങളിലൂടെ ഇല, കാണ്ഡം എന്നിവ സഞ്ചരിച്ച് ജൈവ പദാർത്ഥങ്ങൾ ആഗിരണം ചെയ്യുന്നു. അതാണ് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അനുകൂല സാഹചര്യങ്ങളിൽ ഇവ കൂടിച്ചേർന്ന് വളർന്ന് അധികം സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഈ കൂട്ടത്തെ പ്ലാസ്മോഡിയം എന്ന് അറിയപ്പെടുന്നു. ഇതും PSC ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയത്തിന് രൂപമാറ്റം സംഭവിച്ച് അഗ്രഭാഗങ്ങളിൽ രേണുക്കൾ വഹിക്കുന്ന, അതായത് പ്രോട്ടീൻ ബോഡികളായി മാറുന്നു.
രേണുക്കൾക്ക് യഥാർത്ഥ കോശഭിത്തി കാണപ്പെടുന്നു. അവ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളവയും അനേകം വർഷം നിലനിൽക്കുന്നവയുമാണ്. രേണുക്കളുടെ വിതരണം കാറ്റിലൂടെ നടക്കുന്നു. ഇനി പ്രോട്ടോസോവൻസ്. എല്ലാ പ്രോട്ടോസോവുകളും പരപോഷികളാണ്. അവ ഇരപിടിയന്മാരായോ പരാദങ്ങളായോ ജീവിക്കുന്നു. പാരസൈറ്റുകളാണ് ഇവ ജന്തുക്കളുടെ പൂർവ്വ ബന്ധുക്കളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാനമായും 4 വിഭാഗം പ്രോട്ടോസോവുകളുണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവുകൾ. ഇവ ശുദ്ധജലം, സമുദ്രജലം, ഈർപ്പമുള്ള മണ്ണ് എന്നിവിടങ്ങളിൽ ജീവിക്കുന്നു. ചലിക്കുന്നതിനും ഇരപിടിക്കുന്നതിനും ഇവ കപടപാദങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോപോഡിയ ഉപയോഗിക്കുന്നു. ഉദാഹരണം അമീബ. സമുദ്രജലത്തിൽ കാണുന്നവയ്ക്ക് സിലിക്ക നിർമ്മിതമായ പുറന്തോടുണ്ട്. എൻഡമീബ പോലുള്ള ചില ജീവികൾ പരാദങ്ങളാണ്. അടുത്തത് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവകൾ. സ്വതന്ത്രമായി ജീവിക്കുന്നവയോ പരാദങ്ങളോ ആണ് ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ. ഇവയ്ക്ക് ഫ്ലജെല്ല ഉണ്ട്. സ്ലീപ്പിംഗ് സിക്നസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണം പരാദങ്ങളായ ചില ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവകളാണ്. അപ്പോൾ സ്ലീപ്പിംഗ് സിക്നസ് വരുത്തുന്നത് എന്താണ്? എക്സാമ്പിള് ട്രിപ്പനോസോമ വരുത്തുന്ന ഒരു അസുഖമാണ് സ്ലീപ്പിംഗ് സിക്നസ്. അടുത്തത് സീലിയേറ്റഡ് പ്രോട്ടോസോവുകൾ. ആയിരക്കണക്കിന് സീലിയകളുടെ സഹായത്താൽ സജീവമായി ചലിക്കാൻ കഴിയുന്ന ജലജീവികളാണ് ഇവ, സീലിയേറ്റഡ് പ്രോട്ടോസോവുകൾ. കോശ ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു അറ, ഗള്ളറ്റ് എന്ന് പറയും, ഇവയുടെ കോശത്തിലുണ്ട്. സീലിയ നിരകളുടെ ഏകോപന ചലനം വെള്ളത്തോടൊപ്പമുള്ള ഭക്ഷണത്തെ ഗള്ളറ്റിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ഉദാഹരണം പാരമീസിയം. അടുത്തത് സ്പോറോസോവുകൾ. രോഗം പരത്താൻ കഴിവുള്ള രേണുക്കൾ പോലുള്ള സ്പോർസ് ലൈക്ക് ഒരു ഘട്ടം ജീവിത ചക്രത്തിലുള്ള വ്യത്യസ്ത തരം ജീവികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ രോഗം പരത്താൻ കഴിവുള്ള രേണുക്കൾ പോലുള്ള ഒരു ലൈഫ് സൈക്കിളുള്ള വ്യത്യസ്ത തരം ജീവികൾ സ്പോറോസോവുകളിൽ പെടുന്നു. ഒരു കാലത്ത് മനുഷ്യഗണത്തെ പരുങ്ങലിലാക്കും വിധം പടർന്നു പിടിച്ച മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന മാരക രോഗത്തിന് കാരണമായ പ്ലാസ്മോഡിയം ഈ ജീവി വിഭാഗത്തിൽ പെടുന്നു. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് സ്പോറോസോവുകളിൽ പെടുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. അപ്പോൾ കിങ്ഡം മൊനീറയും കിങ്ഡം പ്രോട്ടിസ്റ്റയും ഈ ക്ലാസ്സിൽ എടുത്തു. ഇനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗമുണ്ടാകും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ ക്ലാസ് ഇത് HSIക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റ് BScകൾക്കും ഈ SCERT സിലബസ് ഉള്ളതുകൊണ്ട് അവർക്കും ഉപയോഗിക്കാം ഈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത ദിവസം അതിൻ്റെ ബാക്കിയുമായി വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.